ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൽ അബദ്ധം പറ്റാതെ, നമ്മൾ സ്വന്തം ബുദ്ധിക്ക് ജ്ഞാനികളാണ്, ശരിയാണ് എന്നുള്ള ആ ഒരു വിലയിരുത്തലിൽ കുടുങ്ങിപ്പോകാതെ യഥാർത്ഥ ഗൈഡൻസ് പരിശുദ്ധാത്മാവ് നമുക്ക് തരും. നാം ഭാഗ്യശാലികളാണ്. ഏറ്റവും നല്ലൊരു ഗൈഡിനെയാണ്, വഴികാട്ടിയെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നാം ഇപ്പോൾ ദൈവപിതാവിൻ്റെ ഭവനത്തിലെ അംഗങ്ങളാണ്. സാധാരണയായിട്ട് ഒരു വലിയ ധനാഢ്യനായ അപ്പൻ്റെ മകൻ അഭിമാനിക്കാറുണ്ട്, എൻ്റെ പിതാവ് ഏറ്റവും വലിയ ധനവാനാണ് ഈ പ്രദേശത്തെ, അദ്ദേഹത്തിൻ്റെ മകനായി ജനിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ച് സകലത്തിൻ്റെയും ഉടയവനാണ് നമ്മുടെ സ്വന്തം പിതാവ്. ആ സ്വന്തം പിതാവിൻ്റെ ഭവനത്തിലെ, നിത്യമായ ഭവനത്തിലെ ഒരംഗമാകാൻ കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനമുണ്ട്. ഇത് അഹങ്കാരമല്ല. ഒട്ടും അർഹതയില്ലാത്ത നമ്മെ ഈ വലിയ ഭാഗ്യ പദവിയിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലെ ഒരംഗമായിരിക്കാൻ കഴിയുക. റോമാലേഖനം 8-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം ദൈവത്തിൻ്റെ മക്കളാണ്. ഇതൊരു നിസ്സാര കാര്യമല്ല. കാൺമീൻ, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ മേൽ കാണിച്ചിരിക്കുന്നത്. ഒരു അടിമയ്ക്ക് ഒരിക്കലും യജമാനനെ പിതാവ് എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഒരടിമയ്ക്ക് ഒരിക്കലും യജമാനൻ്റെ വീട്ടിൽ സ്വാതന്ത്ര്യത്തോടെ നടക്കുവാൻ, പെരുമാറാൻ അവകാശമില്ല. എന്നാൽ ആ യജമാനൻ കനിവ് തോന്നി ഈ അടിമയെ സ്വന്തം മകനായി ദത്തെടുക്കുകയാണ് എങ്കിൽ ഇപ്പോൾ ഈ അടിമയല്ല, പിന്നെയോ ആ യജമാനൻ്റെ സ്വന്തം മകനായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ ഈ അടിമയ്ക്ക് അടിമയല്ല, ആ മകന് സ്വന്തം യജമാനനെ പിതാവ് എന്ന് വിളിക്കാം. ആ ഭവനത്തിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ നടക്കാം. കാരണം ഇപ്പോൾ ആ പിതാവിൻ്റെ, മുമ്പ് യജമാനൻ, ഇപ്പോൾ സ്വന്തം പിതാവ് ആ പിതാവിൻ്റെ എല്ലാ സ്വത്തിൻ്റെയും അവകാശി താനായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പണ്ട് നമ്മളൊക്കെ അടിമകളായിരുന്നു. പാപത്തിൻ്റെ അടിമകൾ, പിശാചിൻ്റെ അടിമകൾ, ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാതെ അന്ധരായി ജീവിച്ചു. ആ കാലഘട്ടത്തിൽ സർവശക്തനായ ദൈവത്തിന് നമ്മോട് മനസ്സലിവ് തോന്നി. അടിമത്തത്തിൽ കഴിഞ്ഞ് നമ്മെ വീണ്ടെടുത്തു. ഈ സർവശക്തനായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തു വഴി നമ്മെ ദത്തെടുത്ത് പുത്രരാക്കി തൻ്റെ ഭവനത്തിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ നമുക്ക് ഈ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഈ പിതാവിൻ്റെ മടിയിൽ കയറിയിരുന്ന് അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാൻ ഉള്ളൊരു സ്വാതന്ത്ര്യം, പ്രിവിലേജ് നമുക്കുണ്ട്. അതാർക്കുള്ള ആനുകൂല്യമാണ്? കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തിൻ്റെ മടിയിലായിരുന്നു. എന്തൊരു സ്വാതന്ത്ര്യം! മടിയിലിരുന്ന് പിതാവെന്ന് വിളിക്കാൻ കഴിയുന്നൊരു ഭാഗ്യം. ആ ഭാഗ്യമാണ് ഇന്ന് ദൈവമക്കളായ നമുക്ക് തന്നിരിക്കുന്നത്. അബ്ബാ പിതാവേ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു. റോമാ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു കുട്ടിയെ ദത്തെടുക്കുമ്പോൾ ഒരു സാക്ഷി ഉണ്ടാകും. ഒരു മനുഷ്യൻ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുമ്പോൾ അതിനൊരു സാക്ഷി വേണം. ഇനി ആ ദത്തെടുത്ത മനുഷ്യൻ മരിച്ചു പോയാലും ഈ കുഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം മകനാണ് എന്ന്
ഈ സാക്ഷിയായ മനുഷ്യൻ പറയും. അത് ഈ കുഞ്ഞിനെ സംബന്ധിച്ച് വളരെ പ്രയോജനകരമാണ്. തന്നെ ദത്തെടുത്ത മനുഷ്യൻ മരിച്ചാലും ആ പിതാവിൻ്റെ സകല സ്വത്തിനും അവകാശിയാണ് താൻ. കാരണം ഒരു സാക്ഷി ജീവനോടെ ഉണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഒരു സാക്ഷിയാണ്. സർവശക്തനായ ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മെ ദത്തെടുത്തു. ആ സംഭവത്തിന് പരിശുദ്ധാത്മാവ് സാക്ഷിയാണ്. സാക്ഷി മാത്രമല്ല, ഈ സാക്ഷിയായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മനുഷ്യാത്മാവോട് പറയുകയാണ്, നീ ദൈവത്തിൻ്റെ മകനാണ്. അതെത്ര വലിയ മഹാഭാഗ്യം! പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പോൾ വായിച്ച വാക്യം ഒന്നുകൂടി വായിക്കുകയാണ്. റോമ 8:16. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ മനുഷ്യാത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ഈ 15-ാം വാക്യത്തിൽ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഈ പുത്രത്വം എന്നുള്ളതിന് അഡോപ്ഷൻ, ദത്തെടുപ്പ് എന്നുകൂടി അർത്ഥമുണ്ട്. ഓക്കെ, സൺഷിപ്പ് എന്നുള്ളതിന് അഡോപ്ഷൻ. ഇനി ഈ ലോകത്തിലെ മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ ദത്തെടുത്തു എന്ന് കരുതുക. സർവശക്തനായ ദൈവം നമ്മെ പുത്രരായി ദത്തെടുത്തു. രണ്ട് രീതിയിലുള്ള ദത്തെടുപ്പുകൾ. ഇത് തമ്മിൽ ഏതെങ്കിലും വ്യത്യാസമുണ്ടോ? ഇവിടുത്തെ മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നതും സർവശക്തനായ ദൈവം നമ്മെ ദത്തെടുത്ത് വളർത്തുന്നതും തമ്മിൽ ഏതെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ ഭൂമിയിൽ ഒരപ്പനും അമ്മയും ഒരു കുഞ്ഞിനെ ദത്തെടുക്കുമ്പോൾ കുഞ്ഞിന് വേണ്ടത്ര വാത്സല്യവും ഭക്ഷണവും ഒക്കെ കൊടുത്താലും കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയും: ഇവർ എൻ്റെ യഥാർത്ഥ മാതാപിതാക്കളല്ല. ഇവർ എന്നെ വാസ്തവമായിട്ട് സ്നേഹിക്കുന്നുവെങ്കിലും എൻ്റെ യഥാർത്ഥ അപ്പനും അമ്മയും എവിടെയോ ജീവിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മളെ ദത്തെടുക്കുമ്പോൾ അപ്രകാരം ഒരു ഫീലിംഗ് ഉണ്ടാകുന്നില്ല. കാരണം ദൈവത്തിൻ്റെ വിത്ത് തന്നെ നമ്മിൽ വസിക്കുകയാണ്. നാം ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ്. ദത്തെടുത്ത കുഞ്ഞിനെ സംബന്ധിച്ച് ഈ ലോകപ്രകാരം ഈ കുഞ്ഞിൻ്റെ രക്തവും വളർത്തുപിതാവിൻ്റെ രക്തവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ നാം ദത്തെടുക്കപ്പെടുമ്പോൾ വീണ്ടും ജനിക്കുകയാണ്, ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ അംശം തന്നെ നമ്മിൽ വസിക്കുകയാണ്. മാത്രമോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മിൽ വസിക്കുന്നു. അതിനൊരു തെളിവായിട്ടൊരു വാക്യം വായിക്കാം. 1 യോഹന്നാൻ 3:9. 1 യോഹന്നാൻ 3:9 ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവത്തിൻ്റെ പ്രകൃതി അഥവാ സ്വഭാവം അയാളിൽ കുടികൊള്ളുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അയാൾക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. ഈ ഭൂമിയിൽ ഒരു മാതാവും പിതാവും അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ ആ പിതൃപുത്ര ബന്ധം ഇരുകൂട്ടരുടെയും മരണത്തോടെ അസ്തമിക്കും, അല്പകാലത്തേക്ക് മാത്രം. സർവശക്തനായ ദൈവം നമ്മെ തൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് ദത്തെടുത്താൽ ആ ബന്ധം, ആ ദത്തെടുപ്പ്, ആ പുത്രത്വം ഒരിക്കലും അവസാനിക്കുന്നില്ല. കാരണം ദൈവവും മരിക്കുന്നില്ല, നമ്മളും മരിക്കുന്നില്ല. ഇത് നിത്യത മുഴുവൻ നിലനിൽക്കുന്ന ഒരു സൺഷിപ്പാണ്, അഡോപ്ഷനാണ്. ഇനി മറ്റൊന്ന്, മൂന്നാമത്തെ വ്യത്യാസം, ഈ ലോകപ്രകാരം ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ മാതാപിതാക്കൾ ധനികരാണെങ്കിൽ ആ കുഞ്ഞിന് സ്വത്ത് ശേഷിപ്പിക്കും. പക്ഷേ ആ കുഞ്ഞിന് അത് അല്പകാലം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. കാരണം കുറച്ച് വർഷം കഴിഞ്ഞാൽ കുഞ്ഞും മരിക്കും. പക്ഷേ സർവശക്തനായ ദൈവത്തിൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത് അനന്തമായ സമ്പത്താണ്. ആ സമ്പത്താണ് നമുക്ക് തരുന്നത്. അത് എത്ര വർഷം അനുഭവിച്ചാലും തീരുകയില്ല. നിത്യതയോളം അത് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൽ നിന്ന് ജനിച്ചു, നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം നമ്മളെ ദത്തെടുത്തു. എന്താ അതിൻ്റെ തെളിവ്? അതിൻ്റെ തെളിവാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവത്തിൻ്റെ പ്രകൃതി അഥവാ സ്വഭാവം അയാളിൽ കുടികൊള്ളുന്നു. ലോകമക്കളുടെ സ്വഭാവവും ദൈവമക്കളുടെ സ്വഭാവവും തികച്ചും വ്യത്യസ്തമാണ്. ലോകമക്കൾ അവരുടെ ഭൗമിക പിതാക്കന്മാരുടെ സ്വഭാവം പുറത്തെടുക്കുമ്പോൾ ദൈവമക്കൾ ദൈവത്തിൻ്റെ സ്വഭാവമാണ് പുറത്തെടുക്കുന്നത്. ഓരോ മകൻ്റെയും സ്വഭാവം ഏറെക്കുറെ പിതാവിൻ്റെ സ്വഭാവമായിട്ട് സാദൃശ്യം ഉണ്ടാകും. നാം വാസ്തവമായിട്ടും ദൈവമക്കളാണെങ്കിൽ നമ്മിൽ നിന്ന് ആരുടെ സ്വഭാവം പുറപ്പെടും? ദൈവത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് പത്രോസും പറയുന്നത്, ദിവ്യ സ്വഭാവത്തിന് നിങ്ങൾ കൂട്ടാളികളാണ്. നാം തിന്മയെ തിന്മ കൊണ്ട് എതിർക്കുന്നവരല്ല, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുന്നവരാണ്. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കുന്നവരാണ് നാം ദൈവമക്കൾ.
നമ്മുടെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ തിരികെ ചോദിക്കാത്തവരാണ് ദൈവത്തിൻ്റെ മക്കൾ. 1 മൈൽ ദൂരം പോകാൻ പറയുമ്പോൾ 2 മൈൽ ദൂരം നടക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവമക്കൾ. ലോകത്തിൻ്റെ മക്കൾക്കുള്ള നിയമങ്ങളും പ്രമാണവും തികച്ചും വ്യത്യസ്തം. ദൈവത്തിൻ്റെ മക്കളുടെ സ്വഭാവം ലോകമക്കളുടെ സ്വഭാവത്തിൽ തികച്ചും വ്യത്യസ്തമാണ്. അല്ലാതെ ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് ദൈവം എന്നെ ദത്തെടുത്തു എന്ന് പറഞ്ഞ് നാം ലോകമക്കളുടെ നിലവാരത്തിൽ ജീവിക്കുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? കാരണം ദൈവത്തിൻ്റെ തന്നെ ഒരു അംശം, ദൈവത്തിൻ്റെ വിത്ത് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് യോഹന്നാൻ പറയുന്നത് എന്താണ്? അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ഒരു യഥാർത്ഥ ദൈവ പൈതൽ അഥവാ പാപത്തിൽ വീണാലും അതിൽ അവൻ മുങ്ങിത്താഴുകയില്ല, പെട്ടെന്ന് കരകയറും. ലോകമക്കളുടെ പ്രത്യേകത എന്താണ്? പാപത്തിൽ ആനന്ദിക്കും, അതിൽ മുങ്ങിത്താഴുന്നത് അവന് സന്തോഷമാണ്. നാം ദൈവമക്കളാണോ ലോകമക്കളാണോ? നോക്കും, ഒരർഹതയുമില്ലാത്ത സ്ഥാനത്ത് സർവശക്തനായ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നാം ദൈവത്തോട് ചോദിച്ചതല്ല എന്നെ ദൈവ മകനാക്കണമെന്ന്. ഇവിടെ അല്പം പേരിയ്ക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇരിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളാകണമെന്ന് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചു. എപ്പോൾ? ലോകസ്ഥാപനത്തിന് മുമ്പ്. എന്നാൽ ഒരു തടസ്സം. എന്താ തടസ്സം? പാപം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായിട്ട് വന്നു, കുരിശിൽ മരിച്ചു, അവിടുത്തെ വിശുദ്ധ രക്തത്താൽ പാപക്കറകളെ കഴുകി ശുദ്ധീകരിച്ചു. അങ്ങനെ നമുക്ക് പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശനം ലഭിച്ചു. പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അരികിലേക്ക് വരാൻ കഴിയില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്! നമ്മൾ പലപ്പോഴും ആത്മീയമായ നേത്രങ്ങൾ തുറന്നില്ല എങ്കിലും അവർക്കൊക്കെ എത്ര പണാണെന്നറിയോ? എൻ്റെ അവസ്ഥയ്ക്കൊരു വ്യത്യാസം വന്നില്ല എന്ന് ചിന്തിക്കും. നമ്മൾ ആരാണ്? കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് കാണിച്ചിരിക്കുന്നത്. പിതാവിൻ്റെ കയ്യിൽ എത്രമാത്രം സമ്പത്തുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ പോരെ? ദൈവമക്കൾ എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കാതിരിക്കണം എല്ലാം നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഒരു യഥാർത്ഥ ദൈവ പൈതലിനെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ അക്ഷരാർത്ഥത്തിൽ അവൻ സ്വീകരിക്കും. ലോകമക്കൾ പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ അവർക്ക് ബുദ്ധിയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. യേശു ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവർ പലപ്പോഴും അത് അംഗീകരിക്കുകയില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ അവരുടെ കൊച്ചുബുദ്ധിക്ക് താങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ട് ചിലർ ബൈബിൾ വായിക്കുന്നുവെങ്കിലും അവർക്ക് ഉൾക്കൊള്ളുവാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ സ്വീകരിക്കുകയും അല്ലാത്തവ തള്ളുകയും ചെയ്യുന്നു. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യേകത എന്താണ്? ഈ വിശുദ്ധ ബൈബിൾ മനുഷ്യരാണ് എഴുതിയത് എങ്കിലും പരിശുദ്ധാത്മാവാണ് അതിൻ്റെ യഥാർത്ഥ എഴുത്തുകാരൻ. അതേ പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ ഓരോ ദൈവ പൈതലിലും ഉള്ളത്. അതുകൊണ്ട് ഒരു യഥാർത്ഥ ദൈവ പൈതൽ ഈ വിശുദ്ധ ബൈബിൾ ഒരിക്കലും സംശയത്തോടെ കാണുകയില്ല. കാരണം ഈ ബൈബിൾ ഏത് ആത്മാവിനാൽ എഴുതപ്പെട്ടോ അതേ ആത്മാവ് തന്നെയാണ് ഇപ്പോൾ അവൻ്റെ ഉള്ളിൽ ഉള്ളത്. അതുകൊണ്ട് ഈ തിരുവചനത്തിലെ എല്ലാ കാര്യങ്ങളും സത്യമാണ്, വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് ഈ ദൈവ പൈതലിന് നല്ല ബോധ്യം ഉണ്ടായിരിക്കും. ഇത് പഠിക്കാൻ ഒരു ദാഹം അവനുണ്ടായിരിക്കും. ഇത് മനസ്സിലാക്കാനും ഇതിന് പ്രകാരം ജീവിക്കുവാനും അവന് ആഗ്രഹം ഉണ്ടായിരിക്കും. അവൻ ഈ വചനത്തിന് വലിയ വില കൊടുക്കും. എന്താ കാരണം? ഈ വചനം ഏത് ആത്മാവിനാലാണോ എഴുതപ്പെട്ടത് അതേ ആത്മാവ് അവനിലുണ്ട്. എന്നാൽ ഇപ്രകാരം ദൈവമക്കളായിട്ടില്ല എങ്കിൽ ബൈബിളിലെ എല്ലാ കാര്യങ്ങളൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യമല്ല. അതിൻ്റെ അർത്ഥം ദൈവമക്കളായിട്ടില്ല. ദൈവമക്കളായെങ്കിൽ മാത്രമേ, നോക്കൂ, നമുക്ക് എത്ര ബൈബിൾ വായിച്ചാലും ദാഹം തീരുന്നില്ല, എത്ര വചനം കേട്ടാലും ദാഹം അടങ്ങുന്നില്ല. എന്താ കാരണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ വചനത്തോട് ഒരു അഭിവാഞ്ച നമ്മുടെ ഉള്ളിൽ തരുന്നത്. അല്പസമയം മുമ്പ് തന്നെ മാത്തച്ഛൻ ബ്രദർ പറയായിരുന്നു, നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് അല്പമേ മനസ്സിലാക്കിയിട്ടുള്ളൂ, ഇനി എത്രയോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കിടക്കുന്നു. വചനം നമ്മൾ അല്പമേ ഗ്രഹിച്ചിട്ടുള്ളൂ. അത് സത്യമല്ലേ? അപ്പോൾ ഇതിനായിട്ടൊരു അടങ്ങാത്ത ദാഹം, കൂടുതൽ അറിയുവാൻ, കൂടുതൽ കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ, അറിയാനൊക്കെ ഒരു ആഗ്രഹം എങ്ങനെയാണ് വരുന്നത്? അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നാം എന്താ വിശ്വസിക്കേണ്ടത്, എന്താണ് തള്ളേണ്ടത്, എന്താണ് സ്വീകരിക്കേണ്ടത്? ദൈവാത്മാവാണ് നിയന്ത്രിക്കുന്നത്. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ആരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്.
ലോകത്തിൻ്റെ മക്കളെ ലോകത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നു. ഒരു ദിവസമല്ല, ഒരു മണിക്കൂറല്ല, സദാസമയവും. അങ്ങനെ ശക്തമായൊരു ഗൈഡൻസ് ഉള്ളവരാണ് നാം ഓരോരുത്തരും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ഒരു പിതാവിന് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. ആ മക്കൾക്ക് എന്ത് തോന്നും? എൻ്റെ പിതാവിന് ഇത്രയും പണമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മകനായി ജനിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനം, അല്ലേ? പ്രിയമുള്ളവരെ, ദൈവമക്കൾ എന്ന രീതിയിൽ നമുക്കൊരു അഭിമാനം ഉണ്ടായിരിക്കണം. അത് അഹങ്കാരമല്ല. സകലത്തിൻ്റെയും ഉടയവൻ എൻ്റെ സ്വന്തം പിതാവാണ്, ഞാൻ ആ പിതാവിൻ്റെ വീട്ടിലെ അംഗമാണ്. ചിലരൊക്കെ ഇങ്ങനെ അഭിമാനിക്കാറുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ, തറവാട്ടിൽ 100 കണക്കിന് വ്യക്തികളുണ്ട്, വലിയൊരു കുടുംബമാണ് ഞങ്ങളുടെ തറവാട്. പക്ഷേ നമ്മുടെ ഭവനത്തിൽ, ദൈവപിതാവിൻ്റെ ഭവനത്തിൽ എത്ര അംഗങ്ങളുണ്ട്? ഇതുവരെയും എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. അത്രമാത്രം അംഗങ്ങളുള്ള ഒരു ഭവനത്തിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. ഇനി നമ്മുടെ സ്വന്തം പിതാവിൻ്റെ സമ്പത്തോ ഈ ലോകത്തിലെ സകല മനുഷ്യരും കണക്ക് കൂട്ടിയാലും അത് ഇത്രമാത്രമാണ് എന്ന് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല. അത്രയും ബൃഹത്തായ സമ്പത്തിൻ്റെ ഉടമകളാണ് നാം. മക്കളെങ്കിലോ അവകാശികളും. വെറുതെ മക്കളാക്കുകയല്ല, അവകാശികളാണ്. ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ലോകത്തിലെ മറ്റു പല മനുഷ്യരുടെയും സമ്പത്തിലേക്ക് നമ്മുടെ ചിന്ത പോകും. ഇപ്പോൾ സാധാരണക്കാരനായൊരു മനുഷ്യൻ വലിയ ധനവാന്റെ മുമ്പാകെ അദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ ഈ സാധാരണക്കാരനായ മനുഷ്യന് ഒരു അപകർഷതാബോധം തോന്നും. ഇദ്ദേഹം എത്ര വലിയ പണക്കാരനാണ്, ഞാൻ നിസ്സാരക്കാരൻ, ഒന്നുമില്ലല്ലോ ഞാൻ. ഇനി ഒരു കൂലിവേല ചെയ്യുന്ന മനുഷ്യൻ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കൂടെ രണ്ടുപേരും ഒരുമിച്ച് കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സാധുവായ മനുഷ്യൻ്റെ ചിന്ത എന്തായിരിക്കും? ഇദ്ദേഹം എത്ര വലിയ മനുഷ്യനാണ്, ഞാൻ ഇദ്ദേഹത്തിന് മുമ്പാകെ ഒന്നുമില്ല. ഇനി എഴുതാനും വായിക്കാനും അറിയാത്തൊരു മനുഷ്യൻ, അദ്ദേഹം വലിയ ഡോക്ടറേറ്റൊക്കെ എടുത്ത മഹാപണ്ഡിതൻ്റെ കൂടെ ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ എഴുത്തും വായന അറിയാത്ത മനുഷ്യൻ എന്താണ് ചിന്തിക്കുക? ഇദ്ദേഹം എത്ര വലിയ മനുഷ്യനാണ്, ഇദ്ദേഹത്തിന് മുമ്പാകെ ഞാൻ ആരുമില്ല, ഒന്നുമില്ല. ഇനി വളരെ സുന്ദരനും ആരോഗ്യമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഒരു ഭംഗിയും ഇല്ല, തീരാ രോഗിയുമായൊരു മനുഷ്യൻ ഇരിക്കുകയാണ്. അദ്ദേഹം എന്താണ് ചിന്തിക്കുക? ഇദ്ദേഹത്തിന് മുമ്പാകെ ഞാൻ എന്തുള്ളൂ, ഞാൻ തികച്ചും നിസ്സാരൻ. ഇനി ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി ഒരു മാളികയിൽ താമസിക്കുന്ന ഒരു ധനാടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ ചെറിയ വീട്ടിലെ വ്യക്തി എന്താണ് ചിന്തിക്കുക? സാധാരണയായിട്ട് ഞാൻ എന്തുള്ളൂ, ഇദ്ദേഹം എത്ര മഹാൻ. ഇങ്ങനെയാണ് രക്ഷിക്കപ്പെടാത്ത ലോകമക്കൾ അവരെക്കാളും ഉയർന്ന വ്യക്തികളെ കാണുമ്പോൾ സ്വയം വില കുറച്ച് കാണുന്നത്. എന്നാൽ ഒരു ദൈവ പൈതലിന് ഈ സ്വഭാവം പാടില്ല. എന്താ കാരണം? അമേരിക്കൻ പ്രസിഡൻറ്റിനേക്കാളും ഈ ലോകത്തിൽ വലിയ വിദ്യാഭ്യാസമുള്ള വ്യക്തിയേക്കാളും വലിയ വീട്ടിലുള്ള വ്യക്തിയേക്കാളും എത്രയോ ഉന്നതനാണ് അവൻ്റെ സ്വന്തം പിതാവ്, സർവശക്തനായ ദൈവം. ആ സ്വന്തം പിതാവിനെയാണ് ഇത്രയും ശക്തനും അധികാരമുള്ളവനും മനസ്സലിവുള്ളവനും സ്നേഹവാനും സർവ്വവ്യാപിയുമായ ആ ദൈവത്തെ സ്വന്തം പിതാവ് എന്ന്, അബ്ബാ പിതാവ് എന്ന് വിളിക്കുമ്പോൾ എന്തിനാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് കണ്ടു നാളെ വാടുന്ന ചില മനുഷ്യരുടെ മഹത്വത്തിലേക്ക് നോക്കി ഇവൻ അസ്വസ്ഥനാകുന്നത്? നോക്കൂ, ദൈവത്തിൻ്റെ മഹത്വം നാം കാണേണ്ടതുപോലെ കണ്ടാൽ നമ്മുടെ ഡാഡിയുടെ, നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സൗന്ദര്യവും തേജസ്സും ശക്തിയും മഹത്വവും കാണേണ്ടതുപോലെ കണ്ടാൽ ഈ ലോകത്തിൽ മഹാന്മാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കും ഒരു മഹത്വമില്ല എന്നുള്ളത് ദൈവപൈതൽ തിരിച്ചറിയും. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പം ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പേടി തോന്നുമോ? പത്രോസും യോഹന്നാനും പഠിപ്പില്ലാത്തവരായിരുന്നു. വലിയ മത നേതാക്കളുടെ മുമ്പാകെ ശക്തിയോടെ ദൈവത്തിന് വചനം പറയുകയാണ്. എല്ലാവർക്കും അത്ഭുതം തോന്നി. ഈ പഠിപ്പില്ലാത്തവർക്ക് ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടി? കാരണം അവർക്ക് കർത്താവിനെ മഹത്വം അറിയാം, അവരുടെ പിതാവ് ആരാണെന്നറിയാം. ആ ദൈവത്തിൻ്റെ മഹത്വത്തിന് മുമ്പാകെ ഈ മതനേതാക്കളുടെ മഹത്വം ഒരു മഹത്വമല്ല. എന്നാൽ ലോകത്തിലെ മനുഷ്യൻ ഇങ്ങനെയല്ല. അവരെപ്പോഴും അവരെക്കാൾ ഉയർന്ന വ്യക്തികളെയാണ് നോക്കുക. എന്നിട്ട് പറയും ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ. ഇങ്ങനെ ദൈവ പൈതൽ ജീവിക്കാൻ പാടില്ല.
നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം ദൈവത്തിൻ്റെ മക്കളാണ്. ക്രിസ്തുമാർഗം മാത്രമാണ് ഒരുവനെ ദൈവത്തിൻ്റെ മകനാക്കുന്നത്. ക്രിസ്തുമാർഗത്തിൽ മാത്രമാണ് വിശ്വസിക്കുന്നവർ ഈ ദൈവത്തിൻ്റെ മക്കളാകുന്നത്. പല മതങ്ങളും പല ആശയങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ദൈവത്തെക്കുറിച്ച് ചില അറിവ് നൽകുവാൻ ചില മതങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പലതും തെറ്റായ അറിവുകളാണ്. ചില തെറ്റായ അറിവുകൾ നിമിത്തമാണ് ഇന്ന് ഭീകര പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ദൈവത്തെക്കുറിച്ച് വികലമായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുകയാണ്. പക്ഷേ ക്രിസ്തു എന്താണ് ചെയ്യുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് നമുക്ക് പറഞ്ഞു തരിക മാത്രമല്ല, ഈ ദൈവവുമായി നമുക്കൊരു ബന്ധം സ്ഥാപിച്ചു തരികയാണ് ചെയ്യുന്നത്. എല്ലാ അറിവിനേക്കാളും മികച്ചതാണ് ദൈവവുമായിട്ടൊരു ബന്ധം ലഭിക്കുക എന്നുള്ളത്. യോഹന്നാൻ 1:12 പറയുന്നത്, അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നു. നാം ദൈവത്തെക്കുറിച്ച് എത്ര പഠിച്ചാലും നാം ഈ ദൈവത്തിൻ്റെ സ്വന്തം മക്കളായിട്ടില്ല എങ്കിൽ ഈ അറിവ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നാൽ ഈ ദൈവത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും നമുക്കറിയില്ല. അക്ഷരജ്ഞാനമില്ലാത്തൊരു വിധവ, അവളൊരു വിശ്വാസിയാണ്. അവൾക്ക് എല്ലാ ബൈബിൾ വാക്യങ്ങളും കാണാപ്പാഠം അറിയില്ല. പക്ഷേ അവൾക്ക് അതിനേക്കാളും വലിയ ഒരു കാര്യമുണ്ട്. ഈ സർവശക്തനായ ദൈവം അവളുടെ സ്വന്തം പിതാവാണ്. അറിവിനെ കവച്ചു വെക്കുന്നതാണ് ഈ ബന്ധം. യേശുക്രിസ്തുവിന് മാത്രമേ ഒരുവനെ ദൈവത്തിൻ്റെ മകളാക്കാൻ സാധിക്കൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അറിവിനെ അതിശയിക്കുന്ന ഈ ബന്ധം നമുക്കുള്ളത് കൊണ്ട് എന്ത് പ്രതികൂലങ്ങൾ വന്നാലും നമ്മൾ ഉറച്ച് കർത്താവിന് വേണ്ടി നിൽക്കും. അതാണ് റോമാലേഖനം 8 അവസാനം പറയുന്നത്. ക്രിസ്തുവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് ആരാണ് എന്നെ വേർപിരിക്കുക? ഒരു ശക്തിക്കും ഒരു എതിർപ്പിനും ജീവനോ മരണത്തിനോ വരാനുള്ളതിനോ സാധ്യമല്ല. എന്താ കാരണം? ഇതൊരു ബന്ധമാണ്. ഇത് പിരിയാബന്ധം അല്ലേ? പിരിയാബന്ധമാണീതു പിരിയാബന്ധമാണീത് യുഗകാലം വരെയും. ഒരിക്കലും ഈ ബന്ധം അറ്റുപോവുകയില്ല. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ മക്കളാണ്. എന്തിനാണ് ദൈവം നമ്മോട് ഇത്ര വലിയ സ്നേഹം കാണിക്കുന്നത്? നമുക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് കുറേ പാപങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ എന്തിന് ദൈവം ഇത്രമാത്രം സ്നേഹം കാണിച്ചു? എന്തിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു? നമ്മെ പുത്രന്മാരാക്കി, തൻ്റെ നിത്യമായ അവകാശത്തിൽ നമ്മളെയും പങ്കാളികളാക്കി, യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മെ കൂട്ടവകാശികളാക്കി. എന്തിനാണ് ദൈവം ഇതെല്ലാം ചെയ്തത്? കാരണം പറയാമോ? നമ്മളാകട്ടെ ഒട്ടും കൊള്ളരുതാത്തവർക്ക് ഇത്രയും മഹനീയ പദവി എന്തിനാണ് ദൈവം തരുന്നത്? അതിൻ്റെ കാരണം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? തെറ്റിയാലും കുഴപ്പമില്ല. അതാണ് അതിന് ഉത്തരം. ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു. അതുമാത്രമാണ് ഈ മഹനീയ പദവി ദൈവം നമുക്ക് തരുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഘടകം. ഒട്ടും അർഹതയില്ലാത്ത നമുക്ക് ഇത്രയും മഹനീയ പദവി തരുവാൻ ദൈവത്തെ നിർബന്ധിച്ചത് ദൈവത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. ദൈവം സ്നേഹമാണ്. ഇനി ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞല്ലോ. സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്നേഹത്തിൻ്റെ പ്രത്യേകത ഉള്ളതെല്ലാം പങ്കുവയ്ക്കും. നമുക്കൊരു വ്യക്തിയോട് വലിയ സ്നേഹം തോന്നിയാൽ നമുക്കുള്ളതിൽ ബെസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യും. ഷെയർ ചെയ്യാതെ ഒരിക്കലും നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. ഇനി ദൈവത്തിന് എന്താണ് ഉള്ളത്? ദൈവത്തിനുള്ളത് നിത്യമായ സമാധാനം, നിത്യജീവൻ, നിത്യ സന്തോഷം, എല്ലാ അനന്ത നന്മകളും ദൈവത്തിൽ നിക്ഷിപ്തമാണ്. പക്ഷേ ഇത് താൻ മാത്രം അനുഭവിച്ചാൽ മതിയോ? ദൈവസ്നേഹമായതുകൊണ്ട് തന്നിലുള്ള ഈ അനന്ത നന്മകളൊക്കെ മറ്റുള്ളവരുമായി പങ്കുവെക്കണം. കാരണം സ്നേഹം എപ്പോഴും പങ്കുവെക്കാൻ നിർബന്ധിക്കുന്നതാണ്. ഈ മറ്റുള്ളവരാരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. തൻ്റെ ഈ അനന്ത നന്മകൾ
മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തെ നിർബന്ധിച്ചു. അങ്ങനെ ഒരു യോഗ്യതയുമില്ലാത്ത നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു. നമ്മെ മാത്രമല്ല, ഇതുപോലെ കോടിക്കണക്കിന് പേരെ. ഇതിന് ദൈവം മാത്രമാണ് കാരണക്കാരൻ. നമ്മുടെ പ്രവൃത്തികളല്ല, നമ്മുടെ കുടുംബ പാരമ്പര്യമല്ല, നമ്മുടെ മാതാപിതാക്കളുടെ ഭക്തി ജീവിതമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ മഹാകരുണയും ദയയും സ്നേഹവും ഒന്നു മാത്രം. അതാണ് പറയുന്നത്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ മേൽ കാണിച്ചിരിക്കുന്നത്. 10 കോടി രൂപ ലോട്ടറി അടിച്ച് കിട്ടിയ ഒരു വ്യക്തിക്ക് സന്തോഷം ഉണ്ടാകും. നമുക്ക് കിട്ടിയത് 10 കോടിയാണോ? എത്ര വലിയ നിക്ഷേപം, അനന്തമായ നിക്ഷേപം, അതിൻ്റെ അവകാശികളാണ് നാം. ആ ഒരു സന്തോഷം നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടോ? നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. റോമ 8:15 വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്രയെ പ്രാപിച്ചത്. എന്താണ് അബ്ബാ പിതാവേ? ആ വാക്കുകളുടെ പ്രാധാന്യം എന്താണ്? അബ്ബ എന്ന് പറയുന്നത് ഒരു അരമായ പദമാണ്. യേശു ക്രിസ്തു സംസാരിച്ചത് ഈ അരമായ ഭാഷയാണ്. അരമായ ഭാഷയിൽ കുട്ടികൾ അവരുടെ പിതാവിനെ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന വിളിയാണ് അബ്ബ. ഡിയർ ഫാദർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു ഔപചാരികതയും ഇല്ലാതെ ഒരു കുഞ്ഞ് ഡാഡി എന്ന് വിളിക്കുന്നത് പോലെ, പപ്പ എന്ന് വിളിക്കുന്നത് പോലെ. പഴയ നിയമത്തിൽ ആരും ദൈവത്തെ അബ്ബ എന്ന് വിളിച്ചിട്ടില്ല. ഫാദർ, പിതാവ് എന്ന് വിളിച്ചിട്ടുണ്ടാകും. കാരണം ദൈവത്തെ അബ്ബ എന്ന് വിളിക്കുന്നത് ഒരുപക്ഷെ അവർക്ക് യഹൂദന്മാർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ദൈവത്തെ അവർ വിളിക്കുമ്പോൾ സർവശക്തനായ ദൈവമേ, എല്ലാ മഹത്വം അങ്ങേക്കാണല്ലോ, ഇങ്ങനെ ചില ആലങ്കാരിക പദങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കാം അവർ ദൈവത്തിൻ്റെ പേര് ചേർക്കുന്നത്. കാരണം അവർക്ക് ദൈവത്തിൻ്റെ പേര് ഡയറക്റ്റായിട്ട് ഉച്ചരിക്കാൻ പോലും തന്നെ ഭയമാണ്. എന്നാൽ ഒരു വീട്ടിലൊരു കുഞ്ഞ് ഡാഡിയെ വിളിക്കുന്ന അത്ര ലാഘവത്തോടെ ദൈവത്തെ എങ്ങനെ അബ്ബ എന്ന് വിളിക്കാൻ സാധിക്കും? ദൈവത്തെ ആദ്യം അബ്ബ എന്ന് വിളിച്ചത് ആരാണെന്ന് അറിയുമോ? കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവത്തെ ആദ്യമായി അബ്ബ എന്ന് വിളിച്ചത്. യേശു ക്രിസ്തുവാണ് അബ്ബ എന്ന് ആദ്യം വിളിച്ചത്. ആ വിളിയൊരു തുടക്കം മാത്രമാണ്. പിന്നെ അനേക ദൈവമക്കൾ അബ്ബ എന്ന് വിളിക്കാൻ തുടങ്ങി. നമ്മളും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അബ്ബാ പിതാവേ എന്ന്. വിശുദ്ധ ബൈബിളിൽ അബ്ബ എന്നുള്ള വാക്ക് 3 ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 3 വേദഭാഗങ്ങളും നമുക്ക് ചിന്തിക്കാം. അതിലൊന്ന് ഇപ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു, റോമാലേഖനം 8:15 വാക്യം. മറ്റ് 2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അബ്ബ എന്നുള്ള വാക്ക് 3 ഭാഗത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിയമത്തിൽ. ഒന്ന് റോമാലേഖനം 8:15, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചത്. രണ്ടാമതായി മർക്കോസ് 14:36, അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നത് അത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. ഗലാത്യ 4:6, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. രണ്ടാമതായി മർക്കോസ് 14:36, അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നത് അത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. ഗലാത്യ 4:6, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഈ 3 വേദഭാഗങ്ങളൊരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? അബ്ബ കഴിഞ്ഞ ഉടനെ എന്തുണ്ട്? പിതാവും, അല്ലേ? അബ്ബ ഫാദർ എന്ന് ഒരുമിച്ചാണ് 3 വേദഭാഗങ്ങളിൽ ചേർത്തിരിക്കുന്നത്. അതിന് ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈ വ്യാഖ്യാനം, യഹൂദ കുട്ടികൾ അവരുടെ പിതാക്കന്മാരെ സ്നേഹത്തോടെ വിളിക്കുന്ന പദമാണ് അബ്ബ എന്നുള്ളത്, ABBA. ഇനി ഫാദർ എന്നുള്ളത് യവനന്മാർ, ഗ്രീക്കുകാർ പാറ്റർ, PATER, പാറ്റർ എന്ന് പറഞ്ഞാൽ ഫാദർ എന്നാണ് അർത്ഥം. യഹൂദന്മാർ അവരുടെ ഡാഡിയെ സ്വാത്സല്യത്തോടെ അബ്ബ എന്ന് വിളിക്കും. യവനന്മാർ അല്ലെങ്കിൽ ജാതികൾ അവരുടെ ഡാഡിയെ പാറ്റർ അല്ലെങ്കിൽ ഫാദർ എന്ന് വിളിക്കും.
അപ്പോൾ ഈ രണ്ട് പദങ്ങൾ ഇവിടെ ഒരുമിച്ച് കൊടുത്തത് എന്തിനാണ്? യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ യഹൂദന്മാർക്കും ജാതികൾക്കും ഒരുപോലെ ദൈവം അവരുടെ പിതാവാവുകയാണ്. ഇനി എല്ലാവർക്കും ദൈവത്തെ പിതാവെന്ന് വിളിക്കാം, യഹൂദന്മാർക്കും വിളിക്കാം, ജാതികൾക്കും വിളിക്കാം, വ്യത്യാസമില്ല. റോമ 8:15 NIV നിന്ന് വായിക്കുന്നു, ഫോർ യു ഡിഡ് നോട്ട് റിസീവ് എ സ്പിരിറ്റ് ദാറ്റ് മേക്സ് യു എ സ്ലേവ് അഗെയിൻ ടു ഫിയർ, ബട്ട് യു റിസീവ്ഡ് ദ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ് ആൻഡ് ബൈ ഹിം വി ക്രൈ അബ്ബ ഫാദർ. ഇംഗ്ലീഷിൽ പറയുന്നത് വി ക്രൈ അബ്ബ ഫാദർ. അതിൻ്റെ അർത്ഥം അബ്ബ ഫാദർ എന്ന് നമ്മൾ ഉറക്കെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഉറക്കെ കരയുന്നു. എങ്ങനെ? പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ. വെറുതെ നമ്മൾ അബ്ബ ഫാദർ എന്ന് വിളിക്കുകയല്ല, പരിശുദ്ധാത്മാവിൻ്റെ പിൻബലത്താലാണ് നാം ദൈവത്തെ അബ്ബ ഫാദർ എന്ന് വിളിക്കുന്നത്. 3-4 വയസ്സുള്ള കുട്ടി ഡാഡിയെ ഡാഡി എന്ന് വിളിക്കുന്നു. യാതൊരു ഔപചാരികതയും ഇല്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത, ദൈവത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു പ്രത്യേക താളമോ ഈണമോ ഒന്നും വേണ്ട. വളരെ സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് ദൈവത്തെ അപ്പച്ച, ഡാഡി, പിതാവേ എന്ന് വിളിക്കാം. ചില പ്രത്യേക ആരാധനാക്രമങ്ങളിൽ നാം പങ്കെടുക്കുകയാണെങ്കിൽ നമുക്കധികം വൈകാതെ ഉറക്കം വരും. ഒരു പ്രത്യേക ഈണവും താളവും നീട്ടിയും ചുരുക്കിയും കുറുക്കിയാണ് വായിക്കുക. ഒരു വല്ലാത്ത കൃത്രിമത്വമാണ് അവിടെ കാണുന്നത്. എന്നാൽ ഇവിടെ എന്താ കാണുന്നത്? അബ്ബ, പിതാവേ. ഒരു 3-4 വയസ്സുള്ള കുട്ടി ഡാഡിയെ വിളിക്കുമ്പോൾ നീട്ടിയും കുറുക്കിയിട്ടും ഒക്കെയാണ് വിളിക്കുക. അബ്ബാ, പിതാവേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമോ? അങ്ങനെ വിളിക്കില്ല. കാരണം എന്താണ്? ആ കുഞ്ഞിനെ അപ്പൻ്റെ അരികിലേക്ക് ഏത് സമയത്തും ഓടിച്ചെല്ലാം, മടിയിലിരിക്കാം, അപ്പ എന്ന് യാതൊരു വളച്ചുകിട്ടുമില്ലാതെ വിളിക്കാം. ഇതാണ് ഈ അബ്ബാവിളിയുടെ പ്രത്യേകത. പണ്ട് യഹൂദന്മാർക്ക് ഇത്രമാത്രം സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല. യേശു ക്രിസ്തു അബ്ബ എന്ന് വിളിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി നമുക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിനെ എത്രമാത്രം ദൈവത്തോട് അടുപ്പുണ്ടായിരുന്നോ അത്രമാത്രം അടുപ്പും നമുക്കും ഉണ്ടാകാം. ക്രിസ്തു അബ്ബ എന്ന് വിളിച്ചതൊരു മാതൃകയാണ്. കാരണം ക്രിസ്തു പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചു, പൂർണ്ണമായിട്ട് ദൈവത്തെ സ്നേഹിച്ചു. അതേപോലെ തന്നെ പൂർണ്ണമായും ഈ പിതാവിൽ ആശ്രയിക്കുവാൻ, ഈ പിതാവിനെ സ്നേഹിക്കുവാൻ നമുക്കൊരു മാതൃക. ഈ സ്വർഗീയ പിതാവ് നമ്മുടെ സ്വന്തം അബ്ബയാണ്, ഡാഡിയാണ്, ഡിയർ ഫാദറാണ്. ഇനി നാം എന്തിനു പേടിക്കണം? ഇത്രയും ഒരു സ്വാതന്ത്ര്യം പഴയ നിയമത്തിൽ അതില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ ഗത്സമനയിൽ പ്രാർത്ഥിക്കുകയാണ്, അബ്ബാ പിതാവേ. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി, ദുർഘട സമയം, പരിശോധന, വേദന, എല്ലാവരും ഓടിപ്പോകുന്ന അവസ്ഥ, ഏറ്റവും വലിയ വേദനയാണ് ഇനി അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ ഒരു ഗത്സമന നമുക്കും വരാം ചില പ്രത്യേക ഘട്ടങ്ങളിൽ. യേശു ക്രിസ്തുവിന് ഒരു ഗത്സമന ഉണ്ടായി ഏറ്റവും തീവ്രമായ വേദനയിലൂടെ കടന്നു പോകുന്ന ചില നിമിഷങ്ങൾ. അവിടെ യൂദാസുണ്ട്, ഒറ്റിക്കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. പ്രാർത്ഥനാ സഹായികൾ പോലുമില്ല, പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു, പക്ഷേ ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. വല്ലാത്തൊരു ഏകാന്തത. ഇത് നമ്മുടെ ജീവിതത്തിലും വരാം. അപ്പോഴൊക്കെ നാം തളർന്നു പോകേണ്ട കാര്യമില്ല. ഈ സ്നേഹവാനായ പിതാവിനെ അബ്ബാ, ഡാഡി എന്ന് വിളിക്കാം. അതാണ് നമ്മുടെ ആനുകൂല്യം. ഇനി പുത്രൻ അതീവ വേദനയോടെ അബ്ബാ, പിതാവ് എന്ന് വിളിക്കുമ്പോൾ എന്തിനാ വിളിക്കുന്നത്? വളരെ വേദനയോടെ അബ്ബാ പിതാവേ എന്ന് പുത്രൻ നിലവിളിക്കുകയാണ്, ഈ പാനപാത്രം നീക്കണം. പക്ഷേ പിതാവ് നീക്കുന്നില്ല. കാരണം മനുഷ്യവർഗത്തിന് പാപക്ഷമ ലഭിക്കണമെങ്കിൽ, ഞാനും നിങ്ങളെല്ലാം ദൈവമക്കളായി ദൈവഭവനത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പുത്രൻ്റെ ക്രൂശ് മരണം ഒരു മസ്റ്റാണ്. വേറെ ഏതെങ്കിലും രീതിയിൽ മനുഷ്യവർഗത്തിന് പാപക്ഷമ ലഭ്യമാകുവാൻ ഒരു വഴി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗീയ പിതാവ് ആ പാനപാത്രം മാറ്റുമായിരുന്നു. മറ്റൊരു വഴിയുമില്ല മാനവകുലത്തെ രക്ഷിക്കുവാൻ. അതുകൊണ്ട് തൻ്റെ സ്വന്തം പുത്രനെ ആ പാനപാത്രം കൊടുക്കുകയാണ് ചെയ്യുന്നത്. യേശുവിനൊരു കാര്യം അറിയാം, എൻ്റെ സ്വർഗീയ പിതാവ് എൻ്റെ നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ പാനപാത്രം
ഞാനിപ്പോൾ കുടിക്കുവാൻ പിതാവ് തന്നിരിക്കുന്നത് അവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ അബ്ബാ പിതാവേ ഈ പാനപാത്രം മാറണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ പാനപാത്രം മാറുകയില്ല. അതിന് കാരണം ആ പാനപാത്രം നാം കുടിച്ചേ പറ്റൂ. ആ പാനപാത്രത്തെ ഒഴിവാക്കുവാൻ മറ്റൊരു വഴിയുമില്ല എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് അത് സന്തോഷത്തോടെ വാങ്ങി പാനം ചെയ്യണം. പുത്രനെ സംബന്ധിച്ച് ശ്രദ്ധിക്കുക. പാനപാത്രം കിട്ടി. പാനപാത്രം കിട്ടിയിട്ടും പിതാവേ എന്ന് വിളിക്കുന്ന വിളി നിർത്തിയില്ല. കുരിശിൽ കിടക്കുകയാണ്. ആ പാനപാത്രം മുഴുവൻ, ആ വേദനയുടെ പാനപാത്രം മുഴുവൻ കുടിച്ചു തീർത്തു. ഒടുവിൽ പറയുന്നത്, പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കരത്തിൽ സമർപ്പിക്കുന്നു. അതായത് സർവശക്തനായ ദൈവം കയ്പിൻ്റെ പാനപാത്രം കുടിക്കാൻ തന്നാലും ഈ പിതൃപുത്ര ബന്ധത്തിനൊരു മാറ്റവുമില്ല. അപ്പോഴും അബ്ബ തന്നെയാണ്, പിതാവ് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ചോദിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എങ്കിലും ദൈവം അപ്പോഴും ദൈവം തന്നെയാണ്, പിതാവ് അപ്പോഴും പിതാവ് തന്നെയാണ്. അവിടുത്തെ സ്നേഹത്തിന് ലെവലേശം മാറ്റു കുറയുന്നില്ല. എന്നാൽ ലോകമക്കളെ ശ്രദ്ധിക്കുക. ലോകമക്കൾക്കും ചില ബുദ്ധിമുട്ടുകൾ, പ്രയാസമൊക്കെ വരാറുണ്ട്. അവരുടെ സങ്കല്പത്തിലുള്ള ദൈവത്തോട് ആ പാനപാത്രം, കൈപ്പേറിയ പാനപാത്രം മാറ്റിത്തരണമേ എന്നവർ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ചിട്ട് ആ പാനപാത്രം മാറിയില്ല എങ്കിൽ അവരുടെ മനോഭാവം എന്തായിരിക്കും? അവർ ചിലപ്പോൾ ആ ദൈവത്തിനെതിരെ പിറുപിറുക്കും. അവർ ചിലപ്പോൾ പറയും, ഇനി നിന്നെ സേവിക്കില്ല, നിന്നെ ഇത്രമാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് വിഗ്രഹമേ ഒരു ഗുണവും ചെയ്തില്ലല്ലോ, നീ ഇനി എനിക്ക് വേണ്ട. ഇനി അവരുടെ കയ്യിൽ പാനപാത്രമുണ്ട്. അതെങ്ങനെ കുടിക്കും? സന്തോഷത്തോടെ കുടിക്കുകയില്ല, പിറുപിറുപ്പോടെ കുടിക്കും, ശപിച്ചുകൊണ്ട് കുടിക്കും. ഒരു നിവൃത്തിയുമില്ലല്ലോ, കുടിച്ചേ പറ്റൂ. ഇങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം? അവർക്ക് ദൈവവുമായി ഒരു ബന്ധവുമില്ല. അവർക്ക് ദൈവവുമായി ഒരു പിതൃപുത്ര ബന്ധം കിട്ടിയിട്ടില്ല. ദൈവവുമായൊരു പിതൃപുത്ര ബന്ധത്തിലേക്ക് വരാത്ത സകല വ്യക്തികളും കയ്യിൽ പാനപാത്രം, കൈപ്പേറിയ പാനപാത്രം വന്നാൽ പിറുപിറുപ്പുകാരും ദൈവത്തിനെതിരെ മത്സരിക്കുന്നവരും സ്വയസഹതാപത്താൽ നിറഞ്ഞവരും സ്വയം അസ്വസ്ഥത നിറഞ്ഞ് മറ്റുള്ളവർക്ക് അസ്വസ്ഥത കൊടുക്കുന്നവരായിരിക്കും. എന്നാൽ ദൈവമക്കളായ നമുക്ക് പാനപാത്രം ഈ സ്നേഹവാനായ പിതാവ് തന്നാൽ നമ്മൾ സന്തോഷത്തോടെ വാങ്ങി സ്തോത്രം ചെയ്യും. കാരണം എന്താണ്? ഒരു ദൈവ പൈതലിന് സ്വർഗത്തിലെ ദൈവത്തെ എൻ്റെ സ്വന്തം പിതാവേ എന്ന് വിളിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു കാര്യം അറിയാം, എൻ്റെ തലയിൽ ഒരു നാര് കൊഴിയുന്നത് പോലും ഈ സ്വർഗീയ പിതാവാണ് നിയന്ത്രിക്കുന്നത്. അവിടുന്ന് എല്ലാം എൻ്റെ നന്മയ്ക്കാണ് ചെയ്യുന്നത്. ഈ കൈപ്പേറിയ പാനപാത്രവും ഞാൻ കുടിക്കുന്നത് എൻ്റെ നന്മയ്ക്കാണ്. പുത്രനൊരു കാര്യം അറിയാം, ഈ പാനപാത്രം ഞാൻ കുടിച്ചേ പറ്റൂ. സ്വർഗത്തിലും ഭൂമിയിലും അധോലോകത്തിലുമുള്ള സകലരും ഒരിക്കൽ എൻ്റെ മുമ്പാകെ കുമ്പിടും. യേശു മാത്രം ഏക കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റു പറയും. ഒരു നാൾ വരും, അതിന് പിതാവ് തരുന്ന ഈ പാനപാത്രം കുടിച്ചേ പറ്റൂ. എല്ലാം നന്മയ്ക്കാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. അതുകൊണ്ട് ഒരു യഥാർത്ഥ ദൈവ പൈതൽ ദൈവത്തെ സ്വന്തം പിതാവായി സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു ദൈവ പൈതൽ എന്ത് പ്രതിസന്ധി വന്നാലും അവന് പൂർണ്ണ സംതൃപ്തിയാണ്. കാരണം അവൻ എപ്പോഴും തൻ്റെ സ്വന്തം പിതാവിൻ്റെ മാറിടത്തിലാണ് വിശ്രമിക്കുന്നത്. അവന് പരിഭ്രാന്തിയില്ല. സകലത്തിൻ്റെ ദൈവം എൻ്റെ സ്വന്തം പിതാവ്, അവിടുന്ന് അറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. തികഞ്ഞ ശാന്തത. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ശത്രുക്കളുണ്ട്, ആണി തുളയ്ക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. ക്രിസ്തു ഒരു രീതിയിലും ഒരു പരാക്രമം കാണിക്കുന്നില്ല, ആക്രോശിക്കുന്നില്ല, അട്ടഹസിക്കുന്നില്ല. സ്നേഹവാനായി പിതാവിൻ്റെ കരത്തിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. ഇതാണൊരു ദൈവപൈതലിൻ്റെ ജീവിതം. ദൈവപൈതലാണോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവന്. ഇന്ന് പലരും അങ്ങനെയാണോ? ചിലരൊക്കെ സ്നാനപ്പെട്ട് 3-4 വർഷം കഴിയുമ്പോൾ സഭയ്ക്ക് പോവാറില്ല. എല്ലാവരും അല്ല. എന്താ കാരണം? ചില വിടുതലുകളൊക്കെ നടക്കുമെന്ന് കരുതി, പക്ഷേ ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ എന്തിനാ ഞങ്ങൾ ചർച്ചിലേക്ക് പോകുന്നത്? ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു.
നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നമുക്ക് വലിയൊരു ഭാഗ്യപദവി കിട്ടിയിരിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മുടെ സ്വന്തം പിതാവാണ്. ആ സ്വന്തം പിതാവിനെ ഓമനപ്പേര് വിളിക്കുവാൻ, അബ്ബ എന്ന് വിളിക്കുവാൻ മഹാഭാഗ്യപദവി. ഓരോ തവണ നമ്മൾ അബ്ബാ പിതാവ് എന്ന് വിളിക്കുമ്പോഴും നമ്മളും ദൈവവും തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢതരമാവുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്നു, നമ്മൾ ആരാധിക്കുമ്പോൾ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്നു, നമ്മൾ പാട്ട് പാടുമ്പോൾ സ്തോത്രം ചെയ്യുമ്പോഴെല്ലാം അബ്ബാ പിതാവ് എന്ന് പറയുന്നു. ഓരോ തവണ വിളിക്കുമ്പോഴും നമ്മളും ദൈവവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴങ്ങൾ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ സ്വർഗത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് സാറാഫുകളും കെറൂബികളും എല്ലാം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ നാമത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ സാറാഫുകൾക്കും കെറൂബികൾക്കും അബ്ബാ പിതാവ് എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അവരെ സംബന്ധിച്ച് ദൈവം സൃഷ്ടാവാണ്, ഇവർ സൃഷ്ടികളാണ്. അതുകൊണ്ട് ദൈവമേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് വിളിക്കുകയാണ്. എന്നാൽ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. എന്താണ് കാരണം? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൽ ആശ്രയിക്കുക വഴി മാത്രമാണ് ദൈവമക്കളാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സറാഫുകളും കെറൂബികളൊന്നും പാപം ചെയ്തിട്ടില്ല, പാപം എന്താണെന്ന് അറിയുകയില്ല. എന്നാൽ നമ്മൾ പാപം ചെയ്തു. അതൊരു ആനുകൂല്യം എന്ന രീതിയിലല്ല പറയുന്നത്, പക്ഷേ തിന്മയെപ്പോലും നന്മയ്ക്കാക്കി ദൈവം മാറ്റുകയാണ്. നമ്മൾ പാപം ചെയ്തു, നാം പാപങ്ങൾ കർത്താവായ യേശുവിനോട് ഏറ്റുപറഞ്ഞു. യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക് മാത്രമാണ് ഈ അബ്ബാ പിതാവ് എന്ന് വിളിക്കത്തക്ക രീതിയിൽ സ്വാതന്ത്ര്യം തരുന്ന ഒരു പുത്ര പദവി ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഭൂമിയിലും നമ്മൾ അബ്ബ എന്ന് നമുക്ക് വിളിക്കാം, സ്വർഗത്തിലും അബ്ബ എന്ന് നമുക്ക് വിളിക്കാം. നോക്കൂ, സ്വർഗത്തിലിപ്പോൾ മാലാഖമാർ വളരെ വിചിത്രങ്ങളായ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് മനോഹരമായ സ്തുതിഗീതങ്ങൾ പാടുന്നുണ്ടായിരിക്കും. ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുന്നുണ്ടായിരിക്കും. തീർച്ചയായും ദൈവം ഈ മാലാഖമാരുടെ സ്തുതിഗീതങ്ങൾ കേട്ട് സന്തോഷിക്കുന്നുണ്ടാകും. എന്നാൽ ഭൂമിയിൽ നിന്ന് ദൈവമക്കളായ നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുമ്പോൾ ആ വിളിയായിരിക്കാം ദൈവത്തിന് ഈ മാലാഖമാരുടെ ഈ മനോഹരമായ ഗാനങ്ങളെക്കാളും താല്പര്യമെന്ന് നമുക്കങ്ങ് വിശ്വസിക്കാം, അല്ലേ? കാരണം നമ്മൾ ഈ ഭൂമിയിൽ അബ്ബാ പിതാവ് എന്ന് വിളിക്കുമ്പോൾ ദൈവത്തിന് എത്ര സന്തോഷമായി. ഒരു പിതാവിനെ സംബന്ധിച്ച് കുഞ്ഞിനോട് സ്നേഹമുള്ളൊരു പിതാവ് ഡാഡി എന്ന ആ കുഞ്ഞ് വിളിക്കുന്നത് കേൾക്കുമ്പോൾ എത്രമാത്രം ആ പിതാവിൻ്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാകും. സ്വന്തം രക്തം കൊടുത്ത് വീണ്ടെടുത്ത നമ്മെ, സ്വർഗീയ ഭവനത്തിലേക്ക് ദത്തെടുത്ത നമ്മെ, വലിയ വില കൊടുത്ത് മക്കളാക്കിയ നമ്മെ, ആ നമ്മുടെ അധരത്തിൽ നിന്ന് അബ്ബാ പിതാവേ എന്നുള്ള വിളി വരുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് എത്ര സന്തോഷം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുക, ഇത് നമ്മൾ ഉപയോഗിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ഇന്ന് പലപ്പോഴും ചില ആരാധനകളിൽ, യോഗങ്ങളിൽ ഒന്നോ രണ്ടോ പാട്ട് പാടുന്നു, പിന്നെ അതിനുശേഷം വളരെ മൗനമാണ്. എന്നാൽ നമുക്ക് ദൈവം വാ തന്നിരിക്കുന്നു. ഈ വാ കൊണ്ട് നമ്മെ രക്ഷിച്ച, നമ്മെ ദൈവഭവനത്തിലേക്ക് സ്വീകരിച്ച ആ സ്വർഗീയ പിതാവിന് സ്തോത്രം ചെയ്യാം, അബ്ബാ പിതാവ് എന്ന് വിളിക്കാം. ദാവീദ് പറഞ്ഞല്ലോ, അവൻ്റെ സ്തുതി എൻ്റെ നാവിന്മേൽ എപ്പോഴും ഇരിക്കും. വല്ലപ്പോഴും അല്ല, ഒന്നോ രണ്ടോ പാട്ട് പാടുന്ന സമയത്തല്ല, എപ്പോഴും ദൈവത്തിൻ്റെ സ്തുതി നമ്മുടെ നാവിൽ. നമ്മുടെ നാവിൽ എപ്പോഴും സ്തുതിയുണ്ടോ? എപ്പോഴും നമ്മുടെ അധരത്തിൽ സ്തുതിയുണ്ടോ? എപ്പോഴും നമ്മൾ വാസ്തവത്തിൽ ദൈവത്തെ സ്തുതിക്കുകയാണെങ്കിൽ അത് ദൈവത്തിന് എത്രമാത്രം സന്തോഷമായിരിക്കും. ധൂർത്തപുത്രൻ എല്ലാ തിന്മകളും ചെയ്തു, അവൻ മാനസാന്തരപ്പെട്ടു, സ്വന്തം ഭവനത്തിലേക്ക്, പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. പിതാവ് അവനെ കെട്ടിപ്പിടിച്ചു.
ഈ ധൂർത്തപുത്രൻ തൻ്റെ പിതാവിനോട് ആദ്യം പറയുന്ന 2 പദങ്ങൾ ഇതാണ്: അപ്പാ. അപ്പാ, ഞാൻ അങ്ങയോട് സ്വർഗത്തോടെതിരെ പാപം ചെയ്തു. ഈ സ്നേഹവാനായ സ്വർഗീയ പിതാവ് തൻ്റെ മകനിൽ നിന്ന് അപ്പ എന്നുള്ള വിളി കേട്ടപ്പോൾ എത്രമാത്രം സന്തോഷിച്ചിരിക്കും. കാരണം മകനെ കാത്തിരിക്കുകയാണ്. ഈ അപ്പ എന്നുള്ള വിളി കേട്ടപ്പോൾ ഈ പിതാവ് എന്താണ് ചെയ്തത്? തൻ്റെ പിതൃസ്നേഹമെല്ലാം ആ പുത്രൻ്റെ മേൽ ചൊരിയുകയാണ്. അവരെന്തൊക്കെയാണ് കൊടുക്കുന്നത്? മോതിരം കൊടുക്കുന്നു, ചെരുപ്പ് കൊടുക്കുന്നു, അവന് വേണ്ടി നല്ലൊരു സദ്യ ഒരുക്കുന്നു, നല്ലൊരു അങ്കി കൊടുക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? അപ്പ എന്നുള്ള വിളി കേൾക്കുമ്പോൾ, നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുമ്പോൾ, സർവശക്തനായ ദൈവം തൻ്റെ സ്നേഹമെല്ലാം വിളിക്കുന്ന നമ്മുടെ മേൽ കോരിച്ചൊരിയും. ഓരോ തവണ നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുമ്പോഴും ദൈവത്തിൻ്റെ മനസ്സ് ആ വിളി കേട്ട് തണുക്കുകയും തൻ്റെ സ്നേഹം ഏതൊക്കെ രീതിയിൽ നമ്മുടെ മേൽ കാണിക്കണമെന്ന് അവിടുന്ന് അതിനുള്ള സകല വഴികളും തിരയും. അപ്പ എന്നുള്ളൊരു വിളി ദൈവത്തിന് എത്രമാത്രം ഇഷ്ടമാണ്. ഒരു ദിവസം നമ്മൾ എത്ര സമയം അബ്ബാ പിതാവ് എന്ന് വിളിക്കണം? എത്ര സമയം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം? അബ്ബാ പിതാവ് എന്ന് വിളിച്ച് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ നമ്മുടെ ന്യായമായ ആവശ്യങ്ങളൊക്കെ ദൈവം കേൾക്കും, ഉത്തരം തരികയും ചെയ്യും. ഒരിക്കലും ഒരു കുട്ടി ഡാഡിയോടൊപ്പം കടയിലേക്ക് പോയി. കടയിൽ നല്ല ടോയ്സ് ഉണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്. ഈ കുട്ടി ഡാഡിയോട് പറഞ്ഞു, എനിക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു തരണം. പക്ഷേ ആ പിതാവിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് വല്ലാതെ വിഷമിച്ചു. കുട്ടിയുടെ ആവശ്യമാണ്, പക്ഷേ വാങ്ങിക്കൊടുക്കുവാൻ പൈസ ഇല്ല. പക്ഷേ നാം സ്വർഗീയ പിതാവിനോട് അബ്ബാ പിതാവേ എന്ന് വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ അത് ന്യായമായ ആവശ്യമാണ് എന്ന് സ്വർഗീയ പിതാവ് മനസ്സിലാക്കിയാൽ ആ ആവശ്യങ്ങളൊക്കെ തീർത്തു തരും സമൃദ്ധിയായിട്ട്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ ഭാഗികമായി അല്ല തീർത്തു തരുന്നത്, പൂർണ്ണമായും തീർത്തു തരും. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ എപ്പോഴും ഓർക്കണം, എൻ്റെ ഭൗതിക ആവശ്യങ്ങൾ ഞാൻ ദൈവത്തോടെ പറയുകയുള്ളൂ. ഒരു സ്പോൺസറെ കിട്ടുമോ എന്ന് ഞാൻ ഒരിക്കലും തിരക്കുകയില്ല. കാരണം എൻ്റെ സ്വർഗീയ പിതാവ് സമ്പന്നനാണ്. എൻ്റെ സകല ആവശ്യങ്ങളും ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾ തീർത്തു തരുവാൻ അവിടുന്ന് തയ്യാറാണ്. ഒരിക്കൽ ദൈവദാസനായ സ്പർജൻ കടുത്ത മാനസിക വ്യഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. വലിയ വേദന. അദ്ദേഹം പ്രാർത്ഥിച്ചു സ്വർഗീയ പിതാവിനോട്, പിതാവേ, എൻ്റെ സ്വന്തം കുഞ്ഞാണ് ഈ രീതിയിൽ വേദന അനുഭവിക്കുന്നത് എങ്കിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് അവൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ ഞാൻ പരിശ്രമിക്കും. എന്നാൽ ഞാൻ അങ്ങയുടെ മകനാണ്, അങ്ങ് എൻ്റെ പിതാവാണ്. ഞാനിപ്പോൾ കടുത്ത മാനസിക വേദനയിലൂടെ കടന്നു പോവുകയാണ്, എന്നെ രക്ഷിക്കണം. അദ്ദേഹം പ്രാർത്ഥിച്ചു രാത്രിയിൽ. ഉടനെ തന്നെ സ്പർജൻ്റെ ഹൃദയത്തിൽ സ്വർഗീയ പിതാവ് വലിയ സമാധാനവും സ്വസ്ഥതയും കൊണ്ട് നിറച്ചു. മാനുഷികമായി ഒരിക്കലും അത് സംഭവിക്കില്ല. ഇത് സ്പർജന് മാത്രം അനുഭവിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, നമ്മളൊക്കെ ഇത് അനുഭവിച്ചിട്ടുണ്ട്. ഒരു ദൈവ പൈതൽ വളരെ വേദനയോടെ ഞെരുക്കത്തോടെ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി, അതിന് പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്വർഗീയ പിതാവ് മനസ്സലിയുക തന്നെ ചെയ്യും. നോക്കൂ, ഒരു വീട്ടിൽ 4 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് എന്ന് കരുതുക. ഈ കുട്ടിക്ക് ഉള്ളത് വളരെ സ്നേഹവാനായൊരു ഡാഡിയാണ്. ഡാഡിയാകട്ടെ വലിയ ഉദ്യോഗസ്ഥനായതുകൊണ്ട് വളരെ കാര്യഗൗരവമുള്ള ഉത്തരവാദിത്വമുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ കുട്ടി ഓടി വന്ന് ഒരു കൊച്ചു കാര്യം പറയുകയാണ്, ഡാഡി എന്ന് വിളിച്ചുകൊണ്ട്. അവനെ സംബന്ധിച്ച് ആ കൊച്ചു കാര്യം വലിയൊരു കാര്യമാണ്. എന്നാൽ ഈ സ്നേഹവാനായ ഡാഡി ആ അതിഗൗരവമുള്ള കാര്യം അല്പസമയത്തേക്ക് നിർത്തിവെച്ച് ഈ കുഞ്ഞിൻ്റെ കാര്യം ചെയ്തു കൊടുക്കുകയാണ്. ഈ 3, 4, 5 വയസ്സുള്ള കുട്ടികൾക്ക് ഡാഡിയോട് ഒരു കാര്യം പറയണമെന്ന് തോന്നിയാൽ, ഇപ്പോൾ ഡാഡി വലിയ തിരക്കിലാണ്, 5 മിനിറ്റ് കാത്തിരിക്കട്ടെ, അതിനുശേഷം ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറയാം, അങ്ങനെ യാതൊരു ക്ഷമയും അവർക്കുണ്ടായിരിക്കുകയില്ല. എപ്പോൾ ഡാഡിയുടെ അടുത്തേക്ക് പോകണം, എപ്പോൾ കാര്യം പറയണം, അതൊരു ബലൂൺ ആയിരിക്കാം, ഒരു മിഠായി ആയിരിക്കാം, അവരത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടല്ല പറയുക, എപ്പോൾ തോന്നുന്നുവോ അപ്പം പറയും. എന്നാൽ സ്നേഹവാനായ ഡാഡിയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ആഗ്രഹമെല്ലാം മനസ്സിലാക്കി കഴിയാവുന്നത് ചെയ്തു കൊടുക്കും. എന്നാൽ ഒരു ക്രൂരനായ ഡാഡിയാണ് എന്ന് കരുതുക, കുട്ടിയെ സ്നേഹിക്കാൻ അറിയാതെ എപ്പോഴും ദേഷ്യപ്പെടുന്നൊരു ഡാഡിയാണെങ്കിൽ
കുഞ്ഞൊരിക്കലും ആ രീതിയിൽ സ്വാതന്ത്ര്യത്തോടെ പോവുകയില്ല. നമുക്കുള്ളത് ഈ ഭൗമിക പിതാവിനേക്കാളും വളരെയധികം നമ്മെ സ്നേഹിക്കുന്ന ഒരു ഡാഡിയാണ് നമുക്കുള്ളത്. ഈ സ്വർഗീയ പിതാവ്, നമ്മുടെ ഡാഡി, ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിറഞ്ഞ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. കാട്ടിലെ മൃഗങ്ങൾ, കടലിലെ മത്സ്യങ്ങൾ, അവയ്ക്ക് തക്ക സമയത്ത് ആഹാരം കൊടുക്കണം. ധാരാളം വാനഗോളങ്ങളുണ്ട്. ഒന്നുപോലും തമ്മിൽ കൂട്ടിമുട്ടാതെ കാത്ത് സൂക്ഷിക്കേണ്ട ജോലി ഈ സ്വർഗീയ പിതാവിനാണ്. ഓരോ മനുഷ്യ ശരീരത്തിലെയും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ സ്വർഗീയ ഡാഡിയാണ്. ഒരു ചെടിയുടെ ഇലയിൽ സങ്കീർണമായ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഡാഡിയാണ്. എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കണം, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കണം, രാത്രി പകൽ, ഇങ്ങനെ പ്രപഞ്ചത്തിലെ എണ്ണമറ്റ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അതിഗൗരവമായ ഉത്തരവാദിത്വം നിറഞ്ഞ ജോലിയാണ് സ്വർഗീയ പിതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും പിഴയ്ക്കാൻ പാടില്ല. 2 ഗോളങ്ങൾ തമ്മിൽ കൂട്ടുമുട്ടിയാൽ മതി, ഈ ഭൂമി തന്നെ പിന്നെ ഉണ്ടാവുകയില്ല. അത്രയും ഗൗരവം നിറഞ്ഞ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഇതാ ഭൂമിയിൽ നിന്ന് തൻ്റെ സ്വന്തം മക്കൾ, ദൈവമക്കൾ, അബ്ബാ പിതാവേ എനിക്കൊരു കാര്യമുണ്ട്, ഒന്ന് ചെയ്തു തരണം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ആവശ്യത്തിന് അത് നിറവേറ്റി തരുവാൻ പൂർണ്ണ ശ്രദ്ധ കാണിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ തനിക്ക് ചെയ്യാനുണ്ടെങ്കിലും തൻ്റെ സ്വന്തം മക്കളുടെ നിലവിളി കേൾക്കുമ്പോൾ അതിനാണ് മുൻഗണന കൊടുക്കുന്നത്. കാരണം ആരുടെ നിലവിളിയാണിത്? സ്വന്തം മക്കളുടെ നിലവിളിയാണ്. അത്രമാത്രം നമ്മെ സ്നേഹിക്കുകയാണ്. നാം ചിലപ്പോൾ ചിലരെ ഫോൺ വിളിക്കുമ്പോൾ അവർ പറയും, ഇപ്പോൾ ഞാൻ വലിയ തിരക്കിലാണ്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എന്നെ വിളിക്കൂ. ഇങ്ങനെ ഒരിക്കലും സ്വർഗീയ ഡാഡി പറയുകയില്ല. കാരണം നമുക്ക് വേണ്ടി 24 മണിക്കൂറും തൻ്റെ സമയം ചെലവിടുവാൻ ഈ സ്വർഗീയ പിതാവ് തയ്യാറാണ്. നാം പറയുന്ന ബാലിശമായ ആവശ്യങ്ങൾ പോലും കേൾക്കുവാൻ ഈ സ്വർഗീയ പിതാവ് തയ്യാറാണ്. ഇത്രയും ഭാരിച്ച ജോലിയൊക്കെ ഉണ്ടെങ്കിലും ദൈവമക്കൾക്ക് വേണ്ടി രാപ്പകൽ ശ്രദ്ധിക്കുന്ന ഒരു സ്വർഗീയ പിതാവ്, അവൻ നിങ്ങൾക്കായി കരുതുന്നു. ഒരു സെക്കൻഡ് നേരമല്ല, എല്ലാ സമയത്തും. അതുകൊണ്ട് 24 മണിക്കൂർ നമുക്ക് പ്രാർത്ഥിക്കാം. രാപ്പകൽ ദൈവത്തോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. നാം 24 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കണമെങ്കിൽ 24 മണിക്കൂറും ഈ സ്വർഗീയ പിതാവും ശ്രദ്ധാലുവായിരിക്കണം അക്കാര്യത്തിൽ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ലൂക്കോസ് 18:7. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? യിരെമ്യാ 33:3 ആദ്യ ഭാഗം മാത്രം. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. എന്നെ വിളിച്ചപേക്ഷിക്കുക. നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുമ്പോൾ ഉത്തരം തരും. ഉത്തരം തരുമ്പോൾ, മറുപടി പറയുമ്പോൾ അത് കേട്ട് അനുസരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നാം വെറുതെ അബ്ബാ പിതാവ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, ആ ജോലി മാത്രമല്ല നമുക്കുള്ളത്. നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുമ്പോൾ ഈ അബ്ബാ പിതാവ് ഉത്തരം അരുളും. ഉത്തരം തന്നാലോ അത് അനുസരിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. നോക്കൂ, 100 പേർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു പിതാവിന് ആ 100 പേരിൽ നിന്ന് അവിടെ തൻ്റെ മകനുണ്ട് എങ്കിൽ ആ മകൻ്റെ സ്വരം തിരിച്ചറിയാനായിട്ട് കഴിയും, ഇല്ലേ? ഈ ഭൂമിയിൽ നിന്ന് എത്രമാത്രം ശബ്ദങ്ങളാണ് ഉയരുന്നത്. വാഹനങ്ങളുടെ ശബ്ദം ഈ ഭൂമിയിലുണ്ട്, പക്ഷികളുടെ ശബ്ദം, രക്ഷിക്കപ്പെട്ടവരുടെ ശബ്ദം, രക്ഷിക്കപ്പെടാത്തവരുടെ ശബ്ദം, സമുദ്രത്തിൻ്റെ ശബ്ദം, പുഴകളുടെ ശബ്ദം, മഴയുടെ ശബ്ദം, ഇടിയുടെ ശബ്ദം, ഇങ്ങനെ ശബ്ദമുഖരിതമാണ് ഈ ഭൂമി. ഇങ്ങനെ അനേക ശബ്ദങ്ങൾ ഉയരുമ്പോൾ അതിൻ്റെ ഒരു മൂലയിൽ നിന്ന് ഒരു ദൈവ പൈതലിൻ്റെ ബലഹീനമായ കണ്ടത്തിൽ നിന്ന് ഉയരുന്ന അബ്ബാ പിതാവ് എന്നുള്ള സ്വരം വ്യക്തമായി തിരിച്ചറിയുന്നവനാണ് നമ്മുടെ ഈ സ്വർഗീയ പിതാവ്. അനേക ശബ്ദങ്ങളുണ്ട്, പക്ഷേ തൻ്റെ മക്കളുടെ സ്വരം എപ്പോഴും ഈ സ്വർഗീയ പിതാവ് തിരിച്ചറിയും. അതുകൊണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു, എന്നെ ആരും മാനിക്കും,
എൻ്റെ ഈ സങ്കടം ആര് കാണും? ഞാനിപ്പോൾ ഒരു പ്രത്യേക പ്രതിസന്ധിയിലൂടെ പോവുകയാണല്ലോ, എൻ്റെ ആവശ്യം ആരും അറിയുന്നില്ലല്ലോ എന്നോർത്ത് ആരും വിഷമിക്കരുത്. കാരണം സ്വർഗീയ പിതാവ് അറിയുന്നുണ്ട്. ഒരു പിതാവിനെ സംബന്ധിച്ച് ഏത് സമയത്തും തൻ്റെ ശ്രദ്ധ തൻ്റെ കുഞ്ഞിന്മേലായിരിക്കും. നാം ദൈവമക്കളായതുകൊണ്ട് നിരന്തരമായി അവിടുന്ന് നമ്മെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾ അവിടുന്ന് അറിയുന്നു. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളുടെ ആവശ്യം അറിയുന്നുണ്ട്. ഇങ്ങനൊരു സ്വർഗീയ പിതാവ് സ്വന്തം പിതാവായി ലഭിച്ചതിനാൽ നമ്മുടെ മൊത്തം ജീവിതം ഏറ്റവും ഭദ്രമാണ്. പഴയ നിയമത്തിൽ ദൈവം പിതാവാണോ? ആവർത്തനം 32:6 അവസാന ഭാഗം. അവനല്ലോ നിന്റെ പിതാവ്, നിന്റെ ഉടയവൻ. അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. 1 ദിനവൃത്താന്തം 17:13. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. 1 ദിനവൃത്താന്തം 22:10. അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും. അവൻ എനിക്ക് മകനായും ഞാൻ അവന് അപ്പനായും ഇരിക്കും. യെശയ്യാവ് 64:8. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനുമാകുന്നു. സങ്കീർത്തനങ്ങൾ 89:26. അവൻ എന്നോട് നീ എൻ്റെ പിതാവ്, എൻ്റെ ദൈവം, എൻ്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും. യേശയ്യ 63:16. നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. യിരെമ്യാ 31:9 അവസാന ഭാഗം. ഞാൻ ഇസ്രായേലിനെ പിതാവും എഫ്രയീം എൻ്റെ ആദിജാതനുമല്ലോ. യിരെമ്യാ 3:19. നീ എന്നെ എൻ്റെ പിതാവേ എന്ന് വിളിക്കും, എന്നെ വിട്ടുമാറുകയുമില്ല എന്ന് ഞാൻ വിചാരിച്ചു. സങ്കീർത്തനങ്ങൾ 103:13. സങ്കീർത്തനങ്ങൾ 103:13. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. പഴയ നിയമത്തിൽ ദൈവം പിതാവാണോ? ആവർത്തനം 32:6 അവസാന ഭാഗം. അവനല്ലോ നിന്റെ പിതാവ്, നിന്റെ ഉടയവൻ. അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. 1 ദിനവൃത്താന്തം 17:13. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. 1 ദിനവൃത്താന്തം 22:10. അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും. അവൻ എനിക്ക് മകനായും ഞാൻ അവന് അപ്പനായും ഇരിക്കും. യെശയ്യാവ് 64:8. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനുമാകുന്നു. സങ്കീർത്തനങ്ങൾ 89:26. അവൻ എന്നോട് നീ എൻ്റെ പിതാവ്, എൻ്റെ ദൈവം, എൻ്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും. യേശയ്യ 63:16. നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. യിരെമ്യാ 31:9 അവസാന ഭാഗം. ഞാൻ ഇസ്രായേലിനെ പിതാവും എഫ്രയീം എൻ്റെ ആദിജാതനുമല്ലോ. യിരെമ്യാ 3:19. നീ എന്നെ എൻ്റെ പിതാവേ എന്ന് വിളിക്കും, എന്നെ വിട്ടുമാറുകയുമില്ല എന്ന് ഞാൻ വിചാരിച്ചു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു.